അനുഗ്രഹിക്കും പ്രാപിക്കുവാൻ നിങ്ങളുടെ ഹൃദയം ദൈവത്തിലെ ചായ്ക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നശിച്ചു പോകാതെ പുത്രനായ ക്രിസ്തുവിൽ ആശ്രയിച്ച് അവൻ ഒരുക്കുന്ന നിത്യഭവനത്തിലേക്ക് നിങ്ങൾക്കും കടന്നുകൂടുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, നാം ഓർക്കുമ്പോൾ നമ്മുടെ തലമുറയെ കുറിച്ച് മാത്രം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോ ഭവനത്തിലും മാതാപിതാക്കന്മാർ തലമുറകളെ വിദ്യാസമ്പന്നർ വളർത്തിയെടുത്ത് അവർ നല്ലൊരു ഭാവി ജീവിതത്തിൽ ഒരുക്കി അവരുടെ നന്മകളെ കാണുവാനും അനുഭവിക്കാനും ആഗ്രഹിച്ചും ആശിച്ചും ഇരിക്കുന്ന മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ ചില നാളുകൾ കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിൽ കടന്നു പോകുന്ന തലമുറകൾ ദൈവത്തിന്റെ വഴികളെ തെറ്റി മാതാപിതാക്കൾ അറിയാതെ വണ്ണം അനേക പാപത്തിന്റെ വഴികളിൽ അകപ്പെട്ട് പാപത്തിന്റെ മണ്ഡലത്തിൽ വീണ അവരെ പിടിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം അധികം ദൂരങ്ങളിലും അവർ ഓടിയതിനു ശേഷമാണ് മാതാപിതാക്കൾ സമൂഹം അറിയപ്പെടുന്നത്. വലിയൊരു പ്രതികൂലത്തിന്റെ ശൃംഖലയുടെ നടുവിൽ മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ അകപ്പെട്ടു ഓടിയ ജീവിതങ്ങളെ പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ട് കേസുകൾ കുരുങ്ങുമ്പോഴാണ് മാതാപിതാക്കന്മാർ അറിയുന്നത് തന്റെ മക്കളുടെ ജീവിതം അത് അസമാധാനമില്ലാത്തതാ, ജീവിതം തകർന്നു പോയെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാർ നെഞ്ചത്തിടിച്ചിട്ടും മാറത്തടിച്ചു നിലവിളിച്ചിട്ടും ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം അവിടെ യാത്ര അനേക ദൂരത്തിലാകിപ്പോഴും പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാർ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ ഒന്നുകിൽ നാം ദൈവത്തെ ആദ്യം മുതൽ അറിയേണ്ടത് ആവശ്യമുണ്ട്. മാതാപിതാക്കന്മാർ ദൈവത്തെ അറിയുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ നമ്മുടെ തലമുറകള് ദൈവവഴി വിട്ട് തെറ്റിപ്പോകാതെ നാം നമ്മുടെ തലമുറ വളർത്തിയെടുക്കുവാൻ കഴിയും. ഒന്ന്, മാതാപിതാക്കന്മാർ ദൈവമായൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ തലമുറ ഭാവമാകുന്ന ഈ ലോകത്തിൽ അകപ്പെട്ടു പോകാതെ വണ്ണം തലമുറയ്ക്ക് ഇടിവിൽ നിന്ന് കരയുന്ന മാതാപിതാക്കൾ കണ്ണുനീരിന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അമ്മ തലമുറകൾക്ക് വേണ്ടി നീ ഓലയിലെ കണ്ണുനീരൊഴിക്കണം. രാത്രിയുടെ യാമങ്ങൾ നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ കണ്ണുനീരൊഴിച്ച ദൈവത്തോട് കരയാൻ നിന്റെ തലമുറതായ വഴി പെട്ടിപ്പോകുന്ന ശത്രുവിന്റെ തരത്തിൽ നിന്ന് പിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, അതിനായിട്ട് നാം ദൈവമായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുകയും ആ തലമുറകളെ നാം ദൈവത്തിനായി നേടുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ലോകത്തിനോട് നോക്കിയാലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരു കൂട്ടം ജീവിതങ്ങൾ സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ മോഹത്തിലും സിനിമാശാലകളിലും മറ്റുള്ളതായ അല്പസമയ ആശ്വാസങ്ങൾക്ക് വേണ്ടി കടന്നുകൂടി മദ്യത്തിനും മയക്കുമടിമയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചില മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ജീവിതങ്ങൾക്ക് വീണ്ടും സ്വസ്ഥതയില്ലാതെ വരുന്നു. മയക്കുമരുന്നിന്റെയും അടിമത്തിന്റെ നടുവിൽ കുടുങ്ങിപ്പോയ ജീവിതങ്ങള് മാതാപിതാക്കന്മാരെ തിരിച്ചറിയുന്നില്ല, സ്വന്തം കുടുംബക്കാരെ തിരിച്ചറിയുന്നില്ല, സഹോദരങ്ങളെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് മാതാപിതാക്കന്മാർ മക്കളെ കൊല്ലുകയും മക്കൾ മാതാപിതാക്കന്മാരെ കൊല്ലുകയും സഹോദര വർഗങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നാം വായിക്കുന്ന ദിനപത്രങ്ങളും TV മാധ്യമങ്ങളും ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അന്ധകാല പ്രവചനമായ അതേ യേശുക്രിസ്തു ലോകത്ത് ജീവിച്ചിരിക്കുന്ന വരുന്നതിന് മുമ്പ് ലോകത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാർക്കുള്ള വെളിപ്പെടുത്തിയ പ്രവചനത്തിലെ നിവർത്തി ഈ ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു അന്ത്യകാലം പ്രവചനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയദേശമേ, ഈ ലോകത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലം അടക്കി ദൈവമായൊരു ബന്ധത്തിൽ വന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ച ക്രിസ്തുവിന്റെ രാജ്യത്തിൽ എത്തുവാൻ കഴിയും. ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. നാം ആഗ്രഹം നമ്മുടെ തലമുറ ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ പാപത്തിൽ അകപ്പെടാതെ നിത്യരാജ്യത്തിൽ ഒരുങ്ങുന്നത് നമുക്ക് കാണുവാനും സന്തോഷിപ്പാനും ഇവിടെയാകും. ലോകം പറയുന്നു നിങ്ങൾക്ക് സമാധാനം സമാധാനം സമാധാനമെന്ന്. ലോകം ഭരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ വിളിച്ചു പറയുമ്പോൾ പ്രിയമുള്ളവരെ, പെട്ടെന്ന് കണി സംഭവിക്കുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവേദന വരുന്നത് പോലെ പെട്ടെന്ന് അസമാധാനത്തിന്റെ മണ്ഡലം മനുഷ്യ ജീവിതങ്ങളുടെ മേൽ, കുടുംബതലത്തിന്റെ മേൽ, യൗവനക്കാരുടെ
ഭൂമിയിൽ കടന്നു വന്നിട്ട് അവന്റെ ജീവിതമാകെ തകർന്നു പോകുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും ലോകത്തിൽ മനുഷ്യന് സമാധാനം തരുവാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളെ വിളിച്ചവനായ അരുമരക്ഷകൻ അവൻ വാഗ്ദത്തം ചെയ്ത അവന്റെ സമാധാനത്തിന് വേണ്ടി നാം അവന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കുകയാണെങ്കിൽ നിത്യമായൊരു സമാധാനം, നിത്യമായൊരു സന്തോഷം, നിത്യമായൊരു രക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയാകും. ഈ ലോകത്തിലെ നന്മയല്ല പ്രിയമുള്ളവരെ, നമുക്ക് നിത്യമായ ഒരു സ്വർഗീയ സന്തോഷം, ഒരു നിത്യജീവൻ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇവിടെയാകും. ഈ ലോകത്തിൽ ഹല്ലേലൂയ മരണമുണ്ട്, അത് ജനനമുണ്ട്. അല്ലെങ്കിൽ മരിച്ചാൽ നീ മരണത്തിന് ശേഷം എവിടെ ജീവിക്കുമെന്ന് ഈ ലോകത്തിൽ അല്പസമയം ജീവിക്കുന്ന മനുഷ്യ നീ ഓർക്കുന്നുണ്ടോ? നീ ചിന്തിക്കുന്നുണ്ടോ? മരണാനന്തരം നിന്റെ ജീവിതം എവിടെ കഴിക്കുമെന്ന് നീ ഓർക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, മനുഷ്യൻ ജനിച്ചിട്ട് അവൻ മരിക്കുന്നില്ല. ഒന്നുകിൽ അവൻ നിത്യമായ ഒരു സ്വർഗത്തിലേക്ക് അവൻ കടക്കണം. അതിന്റെ തിരുവെഴുത്ത് പ്രകാരം ദൈവസന്നിധി മുഴങ്കാലും അടക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ എന്നേക്കും നശിച്ചു പോകുന്ന നിത്യ അഗ്നിയുടെ നരകത്തിലേക്ക് വീഴേണ്ടി വരും. ഇത് ഏത് വേണം എന്നാൽ ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ യഹോവയാകുന്ന ദൈവം നല്ലതും തീയതുമായത് അവന്റെ മുന്നിൽ വച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കുവാൻ ദൈവം മനുഷ്യനാൽ ബുദ്ധിയും അറിവും ജ്ഞാനവും തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആദ്യ മനുഷ്യനാദാമിനെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ച ആ ദൈവം മനുഷ്യന് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും അറിവും ഓർമ്മശക്തിയും കഴിവും കൊടുത്ത് അവന്റെ മുന്നിൽ ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുവാനിടയായി. ലംഘിച്ചതിന്റെ പിന്നിൽ അനുഗ്രഹത്തിന്റെ തോട്ടമായ നിത്യമായ ആ ഏദോന്റെ പർദീസയിൽ നിന്ന് അവനെ ദൈവം ഇറക്കി വിടുവാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങള് നിത്യജീവൻ പ്രാപിപ്പാൻ ആ ഏദോനിൽ കടക്കുവാൻ, നീതിയുടെ വസ്ത്രമാകുന്ന നിത്യജീവന്റെ വസ്ത്രം പ്രാപിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ഇറക്കി വിട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവേശു നിങ്ങൾക്കും മാനവരാശിയുടെ രക്ഷയ്ക്കാൻ ലോകത്തിൽ വന്ന് അവന്റെ ജീവനെ നമുക്ക് തരുവാനിടയായി. ആ ജീവന്റെ വില ഇന്നും ഹല്ലേലൂയ പാപത്തെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ കടന്നു വരുന്നവനാണ്. വിടുതലുണ്ട്, മോചനമുണ്ട്. ഹല്ലേലൂയ. പുരാണങ്ങൾ പറയുന്നു ഇത് കലിയുഗം, സ്വസ്ഥതയില്ല, സമാധാനമില്ല. പ്രിയമുള്ളവരെ, അത് വാസ്തവം തന്നെയാണ്. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ സ്വസ്ഥതമില്ല. കടല തിരമാല ഇളകുന്നത് പോലെ ലോകത്തെ ഇളക്കി മറിയുന്ന ഒരു പശാചിക മണ്ഡലം ഭൂലോകത്തിൽ മനുഷ്യനെ, ലോകത്തെ, രാജ്യങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ രക്ഷ ക്രിസ്തുവിൽ നീ ആശ്രയിച്ചാൽ നിന്നെ ഏത് പ്രതികൂല മണ്ഡലം നിന്നെ ഇളക്കിയാൽ നിന്നെ മറിച്ചിടുവാൻ കഴിയുകയില്ല. നിന്നെ താങ്ങുന്ന ഒരു നിത്യജീവന്റെ കരമുണ്ട്. ആ മുറിവേൽക്കപ്പെട്ട കരം നിന്നെ എപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, രക്ഷയുടെ കവാടത്തിന്റെ വാതിൽ അടയുവാൻ സമയമായി. ആ വാതിൽ അടയുന്നതിന് മുമ്പ് നിനക്ക് ആ രക്ഷയുടെ കവാടത്തിൽ കയറുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞങ്ങൾ ദേശങ്ങൾ വിളിച്ചു പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾക്ക് വേറെ വേലയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു എന്ന്. അല്ല ദേശമേ, സഹോദരങ്ങളെ, ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാൾ വലുതെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ സർവ്വലോകത്തെ വില കൊടുത്തു വാങ്ങാം, കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില അത് കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതിനേക്കാൾ വിലയേറിയതാണ് ഈ മനുഷ്യന്റെ ജീവന്റെ വില. ആ മനുഷ്യന്റെ ജീവന്റെ വില ഈ ക്രിസ്തുവിനെ അനുഭവിച്ചതിന്റെ പിന്നിൽ ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട് ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾ ദേശങ്ങളോട്, പട്ടണങ്ങളോട്, ഗ്രാമങ്ങളുടെ നടുവിലും ഞങ്ങളെ ദൈവം അയക്കുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങളിത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഞങ്ങൾക്കൊരു നിത്യത സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ട് ചിറവുകളുണ്ട്. പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മരണത്തിന്റെ തണുത്ത കരകളും പിടിക്കുമ്പോൾ ഞങ്ങളുടെ ബോഡി ഇവിടെ കിടന്നാലും ഞങ്ങൾ ആത്മാവ് ഞങ്ങളുടെ ജീവൻ ചിറകടിച്ചാൽ വാനവിരകൾ
ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തിലെത്തുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ആ നിത്യജീവന്റെ രക്ഷ നിങ്ങൾക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ചിറകടിച്ച് വാനവരെ പറക്കുവാൻ ആത്മാവിന്റെ ചിറക് നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിന് നിങ്ങൾക്ക് ദാഹമുണ്ടോ? അതിന് നിങ്ങൾക്ക് മോഹമുണ്ടോ? അതോ ഈ ലോകത്തെ അല്പകാലം ജീവിതം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ജീവിതത്തെ നഷ്ടമാക്കി എന്നേക്കും നശിക്കുന്ന എരിയുന്ന തീയായ അഗ്നി ചൂളയിലേക്ക് വീണു പോകാതിരിപ്പാൻ രക്ഷയുടെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കാലമെടുത്തിരിക്കുന്നു. ദേശമേ, അടുത്തു വരിക. ദൈവശബ്ദം കേട്ടുകൊള്ളുക. ദൈവത്തിന് ഒരുങ്ങുക. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാൽ, രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാട് രക്തമിത ആമേ 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ക്രിസ്തുവിന്റെ രക്തം ഇന്ന് വൽക്കാലം ആ ക്രൂശിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മാനസാന്തരം ആവശ്യമുണ്ടോ? എങ്കിൽ ഞങ്ങളോട് പറയണ്ട, നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണ്ട, നിങ്ങളുടെ ബന്ധുക്കളോട് ആമേ ആരോടും നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ പാപത്തെ പറയുവാൻ അത് ശ്രമിക്കുന്നവരുമുണ്ട്. ആ ക്രൂശിൽ ജീവൻ തന്ന ക്രിസ്തുവിനോട് നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്കൊരു ശുദ്ധീകരണം പ്രാപിപ്പാൻ, ആ കുഞ്ഞാരത്വത്തിൽ കടികൾ പ്രാപിച്ചാൽ നിങ്ങൾക്കൊരു രക്ഷ പ്രാപിപ്പാൻ കഴിയും. ആ രക്ഷയ്ക്കാൽ ഞങ്ങൾ നിങ്ങളെ ഇന്ന് കാലം ക്രിസ്തുവിൽ മാടി വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് അറിയിച്ചു തരുവാനും പറഞ്ഞു തരുവാനും ആരുമില്ലാതിരുന്ന കാലഘട്ടം, യേശുവിന്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ കഴിയാതിരുന്ന സമയം. എന്നാൽ ക്രിസ്തുവിന്റെ വചനം ഹല്ലേലൂയ ദൈവദാസനെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകളും ലഘുലേഖകളും തിരുവചനത്തിന്റെ ശക്തിയും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി എന്ന് ഞാൻ അമ്പേ പറഞ്ഞല്ലോ. അപ്രകാരം ഇന്ന് വൽക്കാലം കേൾക്കുന്നു എങ്കിലാൽ, ഗ്രഹിക്കുന്നു എങ്കിലാൽ, അത് സഞ്ചരിപ്പാൻ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുന്നു എങ്കിലാൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരുന്ന ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച് നിങ്ങളെ പാപത്തിന്റെ ലോകത്തെ തള്ളിയിട്ട് ഈ ലോകത്തിന്റെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായി നിങ്ങൾ ഓടുവാൻ തക്കവണ്ണം നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലാൽ നിങ്ങൾക്ക് രക്ഷയില്ല. ജീവിതത്തിന്റെ അവസാനം അതിവേദന, അതിപ്രധാനമായ അതിവേദന അനുഭവിപ്പാനിടയാകും. പ്രിയമുള്ളവരെ, ആ വേദന അകപ്പെട്ടു പോകാതെ വണ്ണം നിങ്ങളുടെ ഹൃദയത്തെ വശീകരിച്ചിരിക്കുന്ന ഇരുളിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ ഇത് നല്ലൊരു സന്ദർഭം അത്രേ, നല്ലൊരു സമയം അത്രേ. നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ പാപത്തെ ക്രിസ്തുയേശുവിനെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് മടങ്ങി വരുവാൻ, ക്രിസ്തുവിന്റെ കടന്നു വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളെ വശീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ മോഹമിട്ടാൽ, ഈ ലോകത്തിന്റെ പാപം ചെയ്താൽ, അതേ ദൈവവചനത്തിന് വിരുദ്ധമായി നിങ്ങളെ കൊണ്ടുപോകുന്ന അധിപതിയായവൻ അവൻ നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുവയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് വൽക്കാലം ആ നാശത്തിന്റെ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, ക്രിസ്തുവിൽ കടന്നു വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? തീച്ചൂടയിൽ വീണ നശിച്ചു പോകാതെ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ ഇന്ന് വൽക്കാലം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമേ ഒരു സമാധാനമുണ്ട്. ഒരു ന്യായവിധി അടുത്തിരിക്കുന്നു. അതെ, ഒരു ന്യായവിധി അടുത്തിട്ടുണ്ട്. ഈ ലോകത്തിൽ അനവധി ന്യായാസ്ഥാനങ്ങളുണ്ട്. ആ ന്യായാസ്ഥാനത്തിൽ കടന്നു പോകുമ്പോ മനുഷ്യന്റെ വലിപ്പവും മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ അധികാരങ്ങൾ കൊണ്ട് പലപ്പോഴും കുറ്റമില്ലാത്തവൻ അവൻ നീതിമാനായി പോകുന്നു. കുറ്റം ചെയ്തവന് ശിക്ഷയ്ക്കൊത്തവണ്ണം അവന്റെ ആമേ സ്തോത്രം, അവന്റേതായ കുറ്റം ചെയ്തവന് അവനതായ നീതി കൽപ്പിക്കാതെ വണ്ണം അവൻ ആമേ പാപത്തിലേക്ക് അവൻ ഈ ലോകത്തിന്റെ ജയിലറയിൽ അടക്കപ്പെടുവാനിടയാകുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ക്രിസ്തുവിന്റെ വെള്ള സിംഹാസനം നടുവിൽ നിൽക്കുമ്പോ എനിക്ക് നിനക്കും തെറ്റി ഒഴിവാൻ കഴിയുകയില്ല. ജനവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വെള്ള സിംഹാസനം നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പസ്മോതി ലേഖന്മാർ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവിന്റെ സന്നിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടുത്തെ ന്യായാസനങ്ങളുടെ നടുവിൽ മനുഷ്യൻ നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ വരുമെങ്കിലാൽ അവിടുത്തെ ന്യായാസന സാക്ഷി പറയാൻ വരുന്നത് അതേ ഒരു മനുഷ്യനല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയായ ഞങ്ങൾ സംസാരിക്കുന്ന ഈ വചനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് കടന്നു വരും. ഹല്ലേലൂയ. അവൻ ആകാശത്തെയും ഭൂമിയെയും സകല മനുഷ്യനെ ന്യായം വിധി
പ്രാപിപ്പാൻ തക്കവണ്ണം അവന് വിളിച്ചോ. അവരവിടെ കടന്നു വന്നാൽ ആമേൻ ഇന്ന മനുഷ്യൻ ഇന്ന വിധത്തിൽ ജീവിച്ചു എന്ന് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്ന ദൈവത്തിന്റെ പണിയാകുന്ന ഭൂമിയും പ്രവൃത്തികളും നമുക്ക് വിരോധമായി സാക്ഷി പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ നടുവിൽ നിനക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, കർത്താവ് ചോദിക്കുന്നു, ഞാൻ ഒരു നാൾ നിന്നോട് കാര്യം ചോദിക്കും, ആ നാൾ നീ എന്നെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുമോ? പ്രിയമുള്ളവരെ, ഒരു ധൈര്യം പ്രാപിപ്പാൻ ഇത് സുപ്രസിദ്ധ കാലം, നല്ലൊരു സന്ദർഭം അത്രേ. ഈ സന്ദർഭം തക്കത്തിൽ ഉപയോഗിച്ചാൽ ഞങ്ങളെപ്പോലെ നിങ്ങൾക്ക് ഒരു രക്ഷ പ്രാപിപ്പാൻ കഴിയും. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരിഞ്ഞിടല്ലേ നരരേ. എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരിഞ്ഞിടല്ലേ നരരേ. കരകയറ്റിടുവാനൊരു വഴിയുമില്ല, പെരിയ പുഴുക്കളും നിറയുന്നയ്യോ. കരകയറ്റിടുവാനൊരു വഴിയുമില്ല, പെരിയ പുഴുക്കളും നിറയുന്നയ്യോ. എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരേടല്ലേ നരരേ. എന്തുകൊണ്ടെന്റെ വെള്ളി തട്ടിപ്പോയി കിങ്കരരാരാണ്ടോ കൊണ്ടുപോയി. എന്തുകൊണ്ടെന്റെ വെള്ളി തട്ടിപ്പോയി കിങ്കരരാരാണ്ടോ കൊണ്ടുപോയി. എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരഞ്ഞിടല്ലേ നരരേ. എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരഞ്ഞിടല്ലേ നരരേ. യൂദയാവിടെങ്ങും താൻമാനില്ല, പാടുപാതകനെ വിടന്ന സ്വച്ഛമായി. യൂദയാവിടെങ്ങും താൻമാനില്ല, പാടുപാതകനെ വിടന്ന സ്വച്ഛമായി. അടിയനതിൻ്റെ അടിയിലുണ്ട്, അടിയിടി പുഴുക്കടി ഇവിടധികം അയ്യോ. അടിയനതിൻ്റെ അടിയിലുണ്ട്, അടിയിടി പുഴുക്കടി ഇവിടധികം അയ്യോ. എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരഞ്ഞിടല്ലേ നരരേ. എരിയുന്ന തീയുള്ള നരകമാതിൽ വീണോ കരഞ്ഞു പോരഞ്ഞിടല്ലേ നരരേ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദേശമേ ദേശമേ ചെവി കൊടുക്കുക, നിന്റെ ഹൃദയം യഹോവയ്ക്ക് ചാച്ചു കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന അന്ധകാര ദുഷ്ടശക്തി, ഈ ലോകത്തിന്റെ അധിപതി നിന്നെ കയർത്ത് നാശത്തെരിയുന്ന തീച്ചുളയിലാൻ എരിയുന്നതിന് മുമ്പ് വൃദ്ധമായ രക്ഷ പ്രാപിപ്പാൻ, ക്രിസ്തുവിൽ ചായുവാനും ക്രിസ്തുവിൽ അണയുവാനും ക്രിസ്തുവിൽ മറഞ്ഞിരിപ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് വൽക്കാലം ഞങ്ങൾക്കുള്ള കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനകളും ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദങ്ങളും ദൈവദാസൻ പാടിയ പാട്ടിന്റെ ശബ്ദങ്ങളും നിന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിലും ഒരാശ്വാസം പ്രാപിച്ചിട്ട് ആ ദൈവത്തെ അന്വേഷിപ്പാൻ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന തിരുവെഴുത്തുകളെ വാങ്ങി നിങ്ങൾ വായിക്കുകയും നിങ്ങൾ അതിൽ ആശ്രയിക്കുകയും ചെയ്താൽ നിത്യമായൊരു സന്തോഷം പ്രാപിച്ച അനേക ക്രിസ്തുവിനെ നയിപ്പാൻ നിങ്ങൾക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാൻ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ വിശുദ്ധ വൽക്കാലം കർത്താവേ
ദേശത്തറിയിച്ച ദൈവത്തിന്റെ സുവിശേഷം ഈ ദേശം നശിച്ചു പോകാതെ അന്ത്യനാൾ ദൈവസന്നിധിയിൽ 30, 60, 100 ഫലമായി കടന്നു വരുവാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം ഈ വചനത്തിന്റെ മേലും ഞങ്ങൾ അറിയിച്ച ദൈവത്തിന്റെ ആലോചനയുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ തൈലനദി പകർന്ന് അത് പഠിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് സമാധാനമില്ലാത്തവർക്ക് ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ പ്രത്യാശം പകരണമേ. തലമുറയുടേതായ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വിശ്വാസത്തിലായിരിക്കുന്ന വിടുതൽ പ്രാപിപ്പാൻ നീ സഹായിക്കണം. രോഗികളായിരിക്കുന്നവർക്ക് വിടുതൽ ആശ്വാസം കൊടുത്താൽ ക്രിസ്തുവിന്റെ സമാധാന ദേശം ഒരുങ്ങുവാൻ കൃപ ചെയ്യും. അക്രമങ്ങളോ അഴിമതികളോ ഏതൊരുവിധ ഇളിന്റെ മണ്ഡലമോ ദേശത്തിൽ പോരാടാതെ വണ്ണം സ്വർഗ ദൈവത്തിന്റെ സാന്നിധ്യം ദേശത്തിന് മേലും ദേശത്ത് പാർക്കുന്ന കുടുംബങ്ങളുടെ മേലും വ്യക്തി ജീവിതങ്ങളുടെ മേലും നീ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരികെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ.